നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് 1201 ആണ്ട് ചിങ്ങം 1 മുതൽ ഒരു വർഷക്കാലം മീനം രാശിക്കാർക്ക് പുതുവർഷഫലം എങ്ങനെയെന്ന് നോക്കാം. പൂരുരുട്ടാതി കാൽഭാഗവും ഉത്രട്ടാതി രേവതിയുമാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ. രാശ്യാധിപനും സർവേശ്വരകാരകനുമായ വ്യാഴം സുഖസ്ഥാനമായ 4-ലും, ശനി ജന്മത്തിലും, രാഹു 12-ലും, കേതു 6-ലും സഞ്ചരിക്കുന്ന കാലമാണ്. ശാരീരിക മാനസിക ക്ലേശങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അപ്രതീക്ഷിത ചെലവുകളും തൊഴിൽ രംഗത്തും കുടുംബപരമായ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് ആശ്വാസമേകിക്കൊണ്ട് മുറവിളി കൂട്ടുന്ന 3-ലെ വ്യാഴത്തിൻ്റെ 4-ലേക്കുള്ള വരവ് ഈശ്വര കടാക്ഷവും ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടി മാനസിക സംഘർഷങ്ങൾക്ക് അയവ് ലഭിക്കുന്ന കാലമാണ്. ജന്മശനി കൊണ്ട് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ 4-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഗുണകരമായി ഭവിക്കുന്നതാണ്. മീനൻ രാശിക്കാർക്ക് സൗഭാഗ്യകാലമല്ല എങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് ഒരു ആശ്വാസം നൽകുന്നു എന്ന് തന്നെ പറയാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻവർഷത്തെ അപേക്ഷിച്ച് വ്യത്യസ്തമായി ഈശ്വര കടാക്ഷത്താൽ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. എങ്കിലും തൊഴിൽപരമായി ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിട്ടേക്കാം. വിവാഹം അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ് രംഗത്തുള്ളവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലമല്ല. ആയതിനാൽ അത്തരം പദ്ധതികൾ അനുകൂല സമയമാകും വരെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. കൂടാതെ രാഷ്ട്രീയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കരുതലോടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയം കൂടിയാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരം അനുഭവങ്ങൾ വന്നു ചേരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയതായി വസ്തു വാങ്ങാനും അവസരങ്ങൾ. ജന്മശനി കാലമാണെങ്കിലും ഈ ഒരു വർഷക്കാലം അനുകൂലമാണ്. പൊതുവെ ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും നടത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും വിഷ്ണുദേവന് പാൽപായസം, തുളസിമാല, മഞ്ഞപ്പട്ട് എന്നിവ യഥാവിധി സമർപ്പിക്കുക. ആയില്യം നക്ഷത്രം വരുന്ന ദിവസം സർപ്പക്ഷേത്ര ദർശനം യഥാവിധി വഴിപാടുകളും നടത്തുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.